യമനിൽ മരണശിക്ഷ വിധിക്കപ്പെട്ട മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ടു ക്രൈം ഫോളിയോ. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള പാലക്കാടുകാരി പെൺകുട്ടി. പഠനത്തിൽ കഴിവുള്ള അവൾക്ക് ബാല്യകാലം മുതൽ തന്നെ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു നല്ല ജോലി നേടി കുടുംബത്തിന് സാമ്പത്തികമായി പിന്തുണ നൽകണം. 2011 ജീവിതം മാറ്റിമറിക്കാൻ കഴിയുന്ന ആ തീരുമാനം അവർ എടുത്തത്. യമനിൽ നേഴ്സായി അവർ ജോലി സ്വീകരിച്ചു. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഏതാണ്ട് ഉറപ്പായപ്പോൾ നിമിഷപ്രിയയുടെ വിവാഹം നടത്താൻ വീട്ടുകാർ തീരുമാനിക്കുന്നു. ഇടുക്കി തൊടുപുഴ സ്വദേശി ടോമി തോമസുമായി 2011 അവസാനം അവരുടെ വിവാഹവും നടക്കുന്നു. വിവാഹം കഴിഞ്ഞ് 2012 ആരംഭത്തിൽ ഭർത്താവിനെയും കൂട്ടിയാണ് യമനിലേക്ക് അവർ തിരിച്ചു പോയത്. വൈകാതെ തന്നെ ടോമിക്കൊരു ചെറിയ ജോലി കൂടെ ലഭിക്കുന്നു. അതവർക്ക് വലിയ ആശ്വാസമായി. 2012 ഡിസംബറിൽ അവർക്കൊരു പെൺകുഞ്ഞ് ജനിക്കുന്നു. 2014 ഭർത്താവ് ടോമിയും മകളും നിമിഷപ്രിയയെ കൂടാതെ നാട്ടിലേക്ക് വരുന്നു. ജോലിയിൽ മിടുക്കിയായിരുന്ന അവർക്ക് സ്വന്തമായി ഒരു ക്ലിനിക് തുടങ്ങണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു വിദേശ പൗരന് സ്വന്തം പേരിൽ അവിടെ സ്ഥാപനം തുടങ്ങാൻ സാധിക്കില്ല എന്നവർ മനസ്സിലാക്കുന്നു. യമൻ പൗരന് മാത്രമേ സ്ഥാപനം തുടങ്ങാൻ അവിടെ ലൈസൻസ് കിട്ടുകയുള്ളൂ എന്നവർ അറിഞ്ഞു. ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് അതെന്ന് നിമിഷപ്രിയ അറിഞ്ഞതേയില്ല. തലാൽ അബ്ദുൾ മെഹദി എന്ന വ്യക്തി അവരുടെ ജീവിതത്തിലേക്ക് അങ്ങനെയാണ് കടന്നു വരുന്നത്. നിമിഷപ്രിയ ജോലി ചെയ്യുന്ന ക്ലിനിക്കിനടുത്ത് തന്നെയുള്ള ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ് തലാൽ. അയാളുടെ വീട്ടിലെ എല്ലാവരും ആ ക്ലിനിക്കിൽ തന്നെയാണ് ചികിത്സ നേടിയിരുന്നത്. അങ്ങനെ തലാലുമായി നിമിഷപ്രിയയ്ക്ക് നല്ലൊരു പരിചയമുണ്ടായിരുന്നു. നിമിഷയുടെ ഭർത്താവ് ടോമിക്കും തലാലിനെ അറിയാമായിരുന്നു. അങ്ങനെ അയാളോട് അവരുടെ ആവശ്യം പറയാം എന്ന് നിമിഷപ്രിയയും ഹസ്ബൻഡും തീരുമാനിക്കുന്നു. ക്ലിനിക് തുടങ്ങാനുള്ള മുഴുവൻ തുകയും നിമിഷപ്രിയയും ഭർത്താവും മുടക്കാമെന്നും ലൈസൻസ് തലാലിൻ്റെ പേരിൽ ആയതിനാൽ ലാഭത്തിൻ്റെ ഒരു വിഹിതം അയാൾക്ക് നൽകാമെന്നും അവർ പറയുന്നു. ആ ഒരു ഡീലിന് തലാലും ഓക്കെ പറയുന്നു. അവരുടെ ഈ തീരുമാനം നിമിഷ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൻ്റെ ഉടമയായ അബ്ദുൾ ലത്തീഫിനെ ചൊടിപ്പിച്ചു. അയാളുടെ ക്ലിനിക്കിന് അടുത്താണ് നിമിഷ പുതിയ ക്ലിനിക്ക് ആരംഭിക്കാൻ പോകുന്നത്. അത് അയാളുടെ ക്ലിനിക്കിനെ ബാധിക്കുമെന്നതായിരുന്നു അയാളുടെ പ്രശ്നം. ഈ തർക്കം പറഞ്ഞു തീർത്ത് സൊല്യൂഷൻ കണ്ടുപിടിച്ചു കൊടുത്തത് തലാലാണ്. ക്ലിനിക്കിൻ്റെ 33% ഓഹരി പങ്കാളിത്തം അയാൾക്ക് നൽകാമെന്നതായിരുന്നു ധാരണ. അങ്ങനെ അബ്ദുൾ ലത്തീഫ്, നിമിഷപ്രിയ, ടോമി എന്നിവർ പണം മുടക്കി ക്ലിനിക്ക് ആരംഭിക്കുന്നു. ക്ലിനിക്ക് വളരെ നന്നായി തന്നെ പ്രവർത്തിച്ചു വന്നു. ധാരാളം പണവും ലഭിച്ചു തുടങ്ങി. ഉപകരണങ്ങൾ വാങ്ങാനൊക്കെ തലാൽ അവളെ ഹെൽപ്പ് ചെയ്തു. ഇതിനിടയിൽ തലാലിന് കേരളം കാണണമെന്ന് പറഞ്ഞപ്പോൾ നിമിഷ അദ്ദേഹവുമായി നാട്ടിലെത്തി നാടൊക്കെ കാണിച്ചു മടങ്ങി. ടോമിയും മകളും യമനിലേക്ക് തിരിച്ചു പോകാൻ എല്ലാം ശരിയായപ്പോഴാണ് യമനിൽ ആഭ്യന്തര യുദ്ധം ആരംഭിച്ചത്. അതുകൊണ്ട് അവരുടെ പോക്കും മുടങ്ങി. ഈ കാലയളവിൽ തലാൽ തൻ്റെ ഭാര്യയാണ് നിമിഷപ്രിയ എന്ന രീതിയിൽ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. ലൈസൻസ് പുതുക്കിയ സമയത്ത് നിമിഷപ്രിയയുടെ പേര് ഒഴിവാക്കി അബ്ദുൾ ലത്തീഫിൻ്റെയും തലാലിൻ്റെ പേര് മാത്രം അയാൾ ചേർക്കുന്നു. 33% ലാഭം ലത്തീഫിനും ബാക്കി 67% തലാലിനും ലഭിക്കും. ക്ലിനിക്കിലെ എല്ലാവരോടും നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണെന്ന് തലാൽ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. അക്കൗണ്ട് നോക്കുന്നയാൾ തലാലിൻ്റെ അക്കൗണ്ടിലേക്ക് പണം ഇടുകയും ചെയ്തു. തൻ്റെ അക്കൗണ്ടിലേക്ക് പണമൊന്നും വരാതെ ആയപ്പോൾ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ മാത്രമാണ് തലാലിൻ്റെ ചതി അവർ അറിയുന്നത്. അവർ തലാലിനെതിരെ കേസ് കൊടുത്തു. 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് തലാൽ കോടതിയിൽ ഹാജരാക്കി. കോടതിക്കത് ഫേക്കാണെന്ന് കണ്ടെത്താനായതുമില്ല. പ്രശ്നം ഒത്തുതീർപ്പാക്കി 2 ആളുകളെയും മോചിപ്പിക്കുന്നു. അവൾ താമസിക്കുന്നിടത്ത് വന്ന് അവളെ ദേഹോപദ്രവം ചെയ്യുമായിരുന്നു തലാൽ. അയാളുടെ കയ്യിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് അവർ അഭയം പ്രാപിക്കുന്നത് അവളുടെ അപ്പാർട്ട്മെൻറ്റ് താഴത്തെ നിലയിൽ താമസിക്കുന്ന യമൻ പൗരത്വമുള്ള ഹനാൻ എന്ന നേഴ്സിൻ്റെ അടുത്താണ്. ഹനാന് നിമിഷപ്രിയയുടെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു. കുറച്ച് മാസങ്ങൾക്കുള്ളിൽ അയാൾ കൂടുതൽ പ്രശ്നക്കാരനാകാൻ തുടങ്ങി. അവളുടെ പാസ്പോർട്ട് അയാൾ പിടിച്ചു വെക്കുന്നു. ഇതുവഴി നാട്ടിലേക്ക് പോകാനും നിമിഷപ്രിയയ്ക്ക് പറ്റാതെയായി. നീ എൻ്റെ അനുമതിയില്ലാതെ ഒന്നും ചെയ്യരുത് എന്ന നിലപാടിലായിരുന്നു തലാൽ. സ്വന്തം കുഞ്ഞിനെ പോലും കാണാൻ കഴിയാത്ത അവസ്ഥ. ഇതിനിടയിൽ അവരുടെ ക്ലിനിക്കിൽ വന്നിരുന്ന ഒരു ജയിൽ വാർഡനെ നിമിഷപ്രിയയ്ക്ക് പരിചയമുണ്ടായിരുന്നു. അവർക്ക് സത്യാവസ്ഥയൊക്കെ അറിയാമായിരുന്നു. നിമിഷപ്രിയയോട് സഹതാപം തോന്നിയ അവരാണ് പറഞ്ഞത്, മദ്യലഹരിയിലായിരിക്കുമ്പോൾ തലാലിൻ്റെ ദേഹത്ത് മയക്കുമരുന്ന് കുത്തിവെക്കണം, ശേഷം അബോധാവസ്ഥയിലായിരിക്കുമ്പോൾ പാസ്പോർട്ട് എവിടെയെന്ന് കണ്ടെത്തി രക്ഷപ്പെടണം എന്നവർ പറഞ്ഞുകൊടുത്തു. അതിനായി പറ്റിയൊരു അവസരം തന്നെ നിമിഷപ്രിയ കാത്തിരുന്നു.
അങ്ങനെ ഒരു ദിവസം അവർ അവൻ്റെ ശരീരത്തിൽ മരുന്ന് കുത്തിവെച്ചു. പക്ഷേ അന്ന് അവൻ പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ട് ഉറങ്ങാൻ തുടങ്ങി. അതിനാൽ ഒന്നും അവൾക്ക് അറിയാൻ സാധിച്ചില്ല. പിന്നീട് ഒരു ദിവസം ഒത്തു വന്നപ്പോൾ അവൾ വീണ്ടും മരുന്ന് കുത്തിവെച്ചു. പക്ഷേ അന്ന് അയാൾ ഡ്രഗ്സ് ഉപയോഗിച്ചിരുന്നു. അത് നിമിഷപ്രിയ അറിഞ്ഞിരുന്നില്ല. അയാൾ ഉപയോഗിച്ച ഡ്രഗ്സും അവൾ കുത്തിവെച്ച മയക്കുമരുന്നും ചേർന്ന് പ്രവർത്തിച്ചത് വഴി അയാൾ മരിച്ചു. അയാളുടെ മരണം അവൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും തൻ്റെ കൈകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലാനുള്ള ധൈര്യമൊന്നും അവർക്കുണ്ടായിരുന്നില്ല. ഭയന്നുപോയ അവർ താഴെ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന നേഴ്സ് ഹനാനെ വിവരമറിയിക്കുന്നു. കാര്യങ്ങളറിഞ്ഞ അവർ അവളെ സഹായിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് അവൻ്റെ ശരീരം 118 കഷ്ണങ്ങളായി മുറിച്ച് അവരുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുപാട് ദൂരം യാത്ര ചെയ്ത് യമൻ സൗദി ബോർഡറിൽ എത്തിച്ചേരുന്നു. നല്ലൊരവസരം കിട്ടുമ്പോൾ സൗദിയിലേക്ക് കടക്കാം എന്നവർ തീരുമാനിച്ചിരുന്നു. പക്ഷേ അപ്പോഴേക്ക് പോലീസ് അവരെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്തു. അവരുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ദുർഗന്ധം വരുന്നുവെന്ന് അയൽക്കാരൻ പരാതി പറഞ്ഞതിനനുസരിച്ച് അന്വേഷിച്ചപ്പോഴാണ് തലാലിൻ്റെ വെട്ടിനുറുക്കപ്പെട്ട ശരീരം കണ്ടെത്തിയത്. അങ്ങനെയാണ് നിമിഷപ്രിയയും ഹനാനെയും കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. 2018 യമനിലെ ക്രിമിനൽ കോടതി നിമിഷപ്രിയയ്ക്ക് മരണദണ്ഡന വിധിച്ചു. അവളുടെ സഹപ്രതി ഹനാന് ജീവപര്യന്തവും ലഭിച്ചു. നിമിഷയുടെ അഭിഭാഷകർ അപ്പീലുകൾ നൽകി പോരാടിയെങ്കിലും 2022 സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ശിക്ഷ ഉറപ്പിച്ചു. യമനിലെ ശരിയ നിയമത്തിൽ 2 വഴികളാണുള്ളത്. ഒന്ന് കിസാസ്, അതായത് തലയ്ക്ക് പകരം തല. കൊലപാതകം ചെയ്താൽ അത് ചെയ്ത പ്രതിയെ മരണദണ്ഡനയ്ക്ക് വിധിക്കും. രണ്ടാമത്തേത് ദിയ അല്ലെങ്കിൽ ബ്ലഡ് മണി. മരിച്ചയാളുടെ കുടുംബം പ്രതിയോട് ക്ഷമിച്ചാൽ പണം നൽകി ജീവൻ രക്ഷിക്കാൻ സാധിക്കും. പക്ഷേ തലാലിൻ്റെ കുടുംബം ക്ഷമിക്കില്ല എന്ന് ഉറച്ച നിലപാടെടുത്തു. അവൾ എൻ്റെ സഹോദരനെ കൊന്നു, അവൾക്ക് ജീവിക്കാനുള്ള അവകാശമില്ല എന്ന് തലാലിൻ്റെ സഹോദരൻ അബ്ദുൽ ഫത്ത മെഹദി പറയുന്നു. കേരളത്തിൽ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ പ്രവാസി മലയാളികളുടെ കൂട്ടായ്മ ബ്ലഡ് മണി നൽകാനായി $58,000 അതായത് ഏകദേശം 48 ലക്ഷം രൂപ ശേഖരിച്ചു. തലാലിൻ്റെ കുടുംബം പണം സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. 2025 ജൂലൈ 16 തൂക്കിലേറ്റാൻ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ കാന്തപുരം SP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ മതപണ്ഡിതരുടെ ഇടപെടലും ഒമാനിലെ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹാഫിസിൻ്റെ ശ്രമവും കൊണ്ട് താൽക്കാലികമായി ശിക്ഷ മാറ്റിവെച്ചു. ഇന്ത്യൻ സർക്കാർ നയതന്ത്ര ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നിമിഷയുടെ കഥ ഒരു കണ്ണാടിയാണ്. വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളി സ്ത്രീകൾ എത്രത്തോളം സുരക്ഷിതരാണ്? നിയമത്തിൻ്റെ കരുത്തും സാമൂഹിക പിന്തുണയും ഒന്നിച്ചു നിന്നാൽ മാത്രമേ അവളെ രക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഒരു പിഴവ്, ഒരു തെറ്റായ തീരുമാനം ഒരാളുടെ ജീവിതത്തെ എത്രത്തോളം മാറ്റിമറിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് നിമിഷപ്രിയയുടെ ജീവിതം. അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.